നീഡ്സ് ഓഫ് പെർഫോം ഫങ്ഷൻ വിച്ച് ആർ എസെൻഷ്യൽ ഫോർ കണ്ടിന്യൂറ്റി ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. നെക്സ്റ്റ് ദെൻ ദ ജാജ്മാണി സിസ്റ്റം. എ വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ട്രഡീഷണൽ വില്ലേജ് ലൈഫ് ഇന്ത്യ ഈസ് ജാജ്മാണി സിസ്റ്റം. വേരിയസ് സോഷ്യോളജിസ്റ്റ്, അതായത് നമ്മുടെ റൂറൽ ഏരിയയിലൊരു സിസ്റ്റമാണ് ജാജ്മാനി സിസ്റ്റം. ഇറ്റ്സ് റെഫേഴ്സ് ഫോർ റിലേഷൻഷിപ്പ്. ഇൻ ഫാക്ട് ജാജ്മാനി സിസ്റ്റം അണ്ടർ ദി സിസ്റ്റം കാസ്റ്റ് ഓഫ് അതർ സെർവിങ് ദ കാസ്റ്റ് ഏൺ പെയ്ഡ് ബോത്ത് ഓഫ് ക്യാഷ് ആൻഡ് കൈൻഡ് പാറ്റേൺ. അതൊരു കാസ്റ്റാണ്, ഒരു കാസ്റ്റ് ബേസ്ഡ് വില്ലേജിലെ സിസ്റ്റമാണ് ജാജ്മാനി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, എസെൻഷ്യലി ഓപ്പറേറ്റ് ദ ഫാമിലി ലെവൽ, രജപുത് ഫാമിലി. Jajmani system also possesses the elements of dominance and exploitation and conflict. Dominance of exploit conflict ഒക്കെ അതിലുണ്ടാവാറുണ്ട്. ചേഞ്ചസ് വില്ലേജ് പവർ സ്ട്രക്ചർ ആൻഡ് ലീഡർഷിപ്പ്. വില്ലേജിൽ എങ്ങനെയാണ് പവർ സ്ട്രക്ചർ ആൻഡ് ലീഡർഷിപ്പ് എങ്ങനെയാണ് വരുന്നത്? The marginal change in adaptive nature have occurred at your power structure and reform, Panchayat Raj and parliamentary politics, development programs and agrarian movement. According to Singh, upper classes now exercise the power by traditional legislation. Okay. Next, village and the wider political system. Indian villages had been described by British administration in the early 19th century little republics. അതായത് ഏർലി ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നമ്മുടെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ വില്ലേജിനെ എന്താ പറഞ്ഞത്? ലിറ്റിൽ റിപ്പബ്ലിക്സ് എന്നാണ് പറഞ്ഞത്. ലിറ്റിൽ റിപ്പബ്ലിക്സ് എന്നാണ് നമ്മുടെ വില്ലേജ് അറിയപ്പെട്ടത്. വില്ലേജ് ഇൻ പ്രീ ബ്രിട്ടീഷ് ഇന്ത്യ, നമ്മുടെ ബ്രിട്ടീഷ് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? പ്രീ ബ്രിട്ടീഷ് ഇന്ത്യ കവറിംഗ് ദ പീരീഡ് ഓഫ് ജസ്റ്റ് ബിഫോർ ദ കൺസോൾട്ടേഷൻ ഓഫ് ബ്രിട്ടീഷ് റൂൾ. ദ വില്ലേജ് വാസ് പൊളിറ്റിക്കലി ഓട്ടോണമസ് എക്സെപ്റ്റ് ദ പേയിങ് ടാക്സ് ലോക്കൽ ചീഫ്റ്റൻ ആൻഡ് കിങ് ആൻഡ് പ്രൊവൈഡിങ് ദ ഫോർ ഹിസ് വാസ് ഇൻകറക്റ്റ്. അതായത് പണ്ട് ഇന്ത്യ നാട്ടുരാജ്യങ്ങളായിരുന്ന സമയത്ത് ഓരോ ഗ്രാമവും നമ്മൾ ആ ഗ്രാമത്തലവൻ, ഒരു ഗ്രാമത്തിന് തലവനുണ്ട്, അവർക്ക് എന്ത് കൊടുക്കും? ടാക്സ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. The relation between the village and the ruler was complex one, and it described the village pre-British India was little republic. The village in British India and the village in contemporary India. എന്താണ് village in contemporary India എന്ന് പറയുന്നത്? Independence, the introduction of parliamentary democracy and adult franchise has made the village even more integrated with the wider political system. Villages not only elect members of local bodies like Grama Panchayat system. Villages are not members of state legislature. അപ്പോൾ വില്ലേജ് എന്താണ്? വില്ലേജ് ഇൻ കണ്ടംപററി ഇന്ത്യ. The introduction of parliamentary democracy and adult franchise made village even more fully wider political system. Not only elect members local bodies like Grama Panchayat but also elected members of state legislature and അതായത് ഗ്രാമങ്ങളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും ഇലക്റ്റഡായ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വരെ എത്താനുള്ള ഇതുണ്ടെന്ന് പറയുന്നു കേട്ടോ. ദെൻ ടൗൺസ് ആൻഡ് സിറ്റീസ് ഇൻ ഇന്ത്യ പാർട്ട്നേഴ്സ് ഓഫ് അർബണൈസേഷൻ. എന്താണ് അർബണൈസേഷൻ? നഗരവൽക്കരണം, നഗരങ്ങളെ കൂടുതൽ ഡെവലപ്മെൻ്റ് ആക്കൽ, വയലെല്ലാം നികത്തുക, ബിൽഡിങ് വരുത്തുക, പിന്നെ ട്രാൻസ്ഫോർമേഷൻ സൗകര്യം കൂട്ടുക, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കുറയ്ക്കുക, അങ്ങനെ നമ്മുടെ എന്താക്കുക ബിസിനസ്സൊക്കെ ഇമ്പ്രൂവ് ആക്കുക എന്നുള്ളതാണ് ഇതിൽ അർബണൈസേഷൻ. India passed through a phase of rapid urbanization in the 19th century. The modern urban centers perform functional term economic and administrative, political, culture, and very difficult to classify towns and cities term of single activity. Definition of town or city. In India, the demographic and economic and important definition specific areas, town or city. The definitional performance of area as India have several changes, modification our area. നമുക്കറിയാം ഇന്ത്യയിലെ സിറ്റീസും ഡെഫിനേഷൻ ഓഫ് ടൗൺ ഓർ സിറ്റി, ടൗണും സിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇന്ത്യയിൽ എങ്ങനെയാണ് വ്യത്യാസം? The demographic and economic index are important, define specific areas, town or city. അല്ലേ, നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് ടൗൺ ഓർ സിറ്റി. എവറി മുനിസിപ്പാലിറ്റി, cantonment and civil lines not included into municipality. Every other, the main describing area of settlement as urban was administrative setup and size of economic character. അതായത് വില്ലേജ് ആയാലും സിറ്റി ആയാലും അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ വേണം, എന്നാൽ മാത്രമേ അത് മുന്നോട്ട് പോകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, എ സ്ലൈറ്റ് ചേഞ്ച് ഹാസ് ടേക്കൺ പ്ലേസ് ഡെഫിനിഷൻ സിൻസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പൈറ്റൽ പാറ്റേൺ, ഓവർ അർബണൈസേഷൻ, സബ് അർബണൈസേഷൻ.
the growth of town and cities. Okay, the growth of urban towns did not show unintentional progress in India because the variation of the census definition urban area of number of urban സെൻറ്റേഴ്സ് ഡിക്ലൈൻ. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ സെൻസസ് ഒക്കെ എടുക്കാൻ തുടങ്ങിയാൽ അർബൺ ഏരിയ ആൻഡ് വില്ലേജ് ഏരിയ, അർബൺ ഏരിയയിലും ഡെവലപ്മെൻറ്റ് കൂടുതൽ, അവിടെയാണ് അധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് അർബൺ ഏരിയ. എന്നാൽ വില്ലേജസിൽ എന്താണ്, കുറച്ചൊരു എന്താണ് ഒരു പൊല്യൂട്ടഡ് ഏരിയ കുറയും, പൊല്യൂഷൻ കുറച്ച് കുറയും നമ്മുടെ ഇവിടെ ഗ്രാമങ്ങളിൽ എവിടെ. പക്ഷേ നഗരങ്ങളിലാണെങ്കിലോ ആളുകൾ തിങ്ങിപ്പാർത്തിരിക്കുകയും ചെയ്യും, പ്രത്യേകിച്ച് പരസ്പര റിലേഷൻസ് ഒക്കെ കുറയുകയും ചെയ്യും ടൗണിൽ. പക്ഷേ ഗ്രാമങ്ങളിൽ നിഷ്കളങ്കരായ മനുഷ്യർ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ആര്, ഗ്രാമത്തിലെ ജനങ്ങൾ. ഓക്കെ, then variation of urbanization among the states. The pattern of urbanization among different states in India shows an interesting features of urban domination in some states. Fewer state, namely Maharashtra, Uttar Pradesh തുടങ്ങിയ സ്റ്റേറ്റിൽ തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ ആൻഡ് ആന്ധ്രാപ്രദേശ് altogether account of 50% urban population in India. ഇവിടേക്ക് എന്താണ് പോപ്പുലേഷൻ വർദ്ധിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, തമിഴ്നാട്, then വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ദെൻ വെസ്റ്റ് ബംഗാൾ. ഇതെല്ലാം എന്താണ്, ഇറ്റ് ഈസ് ഓൾ ടുഗെദർ പെർസൺ. ഇതെല്ലാം ഇവിടെയെല്ലാം എന്താണ്, പോപ്പുലേഷൻ കൂടുന്നു. ഓക്കെ, population concentration in the cities. The population in the larger urban cities are constant growing in India. Population എന്ത് ചെയ്യുന്നു, ഗ്രോയിങ് ആണ്, population growing. പോപ്പുലേഷൻ ഗ്രോയിങ് ആണ് ചെയ്യുന്നത്. ഗ്രോത്ത് ഓഫ് മെട്രോപൊളിറ്റൻ സിറ്റീസ്. എന്താണ് മെട്രോപൊളിറ്റൻ സിറ്റീസിൻ്റെ ഗ്രോത്ത്? മെട്രോപൊളിറ്റൻ സിറ്റി, മെട്രോപൊളിറ്റൻ സിറ്റീസിൻ്റെ ഗ്രോത്ത്. ഇൻ ഇന്ത്യ, കൊൽക്കത്ത വാസ് ഓൺലി സിറ്റി വിത്ത് ദ പോപ്പുലേഷൻ ഓവർ മില്യൺ. Migration. In the process of urbanization, in the migration of rural people in urban areas has been continuous and an important feature. അതായത് the process of urbanization in India, migration of the rural people to the urban. rural അതായത് ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നഗരപ്രദേശങ്ങളിലേക്കാണ് എന്തിനു പോകുന്നത്? താമസിക്കാൻ, ജോലി സംബന്ധമായി പോകുന്നത്. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ലെവൽ കൂടുമ്പം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ സംഭവങ്ങളും കൂടും എന്നാണ് പറയുന്നത്. പ്രോബ്ലംസ് ഓഫ് കൺസേണിങ് ദ കറൻറ്റ് അർബണൈസേഷൻ. പ്രോബ്ലംസ് ഓഫ് അർബണൈസേഷൻ, അതൊരു എസ്സേ പ്രതീക്ഷിക്കാം. പ്രോബ്ലംസ് ഓഫ് അർബണൈസേഷൻ, നഗരവൽക്കരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം? പ്രോബ്ലം ഓഫ് അർബണൈസേഷൻ. ഓക്കെ, പ്രോബ്ലം ഓഫ് അർബണൈസേഷൻ, നഗരവൽക്കരണത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഇതും ഈ ഒരു അതായത് സ്പെഷ്യലൈസ് ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്ലോയിറ്റേഷനും, നമ്മളെ വില്ലേജിൽ നിന്ന് ആൾക്കാർ, പിന്നെ ഗ്രാമങ്ങളിൽ നിന്ന് ആൾക്കാർ, വില്ലേജിൽ നിന്ന് ആൾക്കാർ എങ്ങോട്ട് പോകുന്നു, പട്ടണത്തിലേക്ക് പോകുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്നു. പിന്നീട് അവിടെ ഓരോ പ്രോബ്ലംസ്, പോപ്പുലേഷൻ്റെ ഗ്രോയിങ് ഓഫ് പോപ്പുലേഷൻ്റെ ഒക്കെ ഒരു ഇഫക്റ്റ് തന്നെയാണ് പ്രോബ്ലംസ് ഓഫ് അർബണൈസേഷൻ. നഗരവൽക്കരണത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അത് വലിയൊരു ഇഷ്യൂസായി മാറും. ഓക്കെ.